അവരൊന്നും എനിക്കിഷ്ടമല്ല. പക്ഷെ എന്നും പറഞ്ഞ് നമ്മളിപ്പോൾ അവരുടെ വീട്ടിന്റെ പുറത്തിറങ്ങി ചെന്ന് കല്ലെറിയേണ്ട കാര്യമില്ല. എനിക്ക് നിങ്ങളെ ഇഷ്ടമല്ല, എനിക്ക് നിങ്ങൾ അവരുടെ വീട്ടിന്റെ വെളിയിൽ നമ്മളെ ആരും ഇൻവൈറ്റ് ചെയ്തിട്ടില്ല. ഇത് പറയുമ്പോൾ ഒരു കാര്യം പറയാതെ പോകാൻ വയ്യ. ഓക്കെ, ദിയയും അശ്വിൻ്റെ വീട്ടുകാരും തമ്മിൽ ചേരില്ല, അത് നാട്ടിൽ പാട്ടാണ്. ഇവളുടെ അച്ഛൻ ഇടപെട്ട് സോൾവാക്കി കൊണ്ടുവന്നതാണ്. കല്യാണത്തിന് മുന്നേ കള്ളസ്നേഹം കാണിച്ച് ഇവനെ കിട്ടാൻ അതിനുശേഷം കറിവേപ്പല പോലെയായി. ഇവളുടെ വിചാരം ഇതൊന്നും ആരും അറിയില്ല എന്ന. കൊച്ചിൻ്റെ പിറന്നാളിന് വഴക്കായിട്ട് അവർ ആരും വരാഞ്ഞത് അല്ലേ ദിയ, അല്ലാതെ വിളിക്കാഞ്ഞിട്ടല്ല. പിന്നെ അവരുടെ ഭാഗത്തും തെറ്റുണ്ട്, അല്ലാതെ ആരെങ്കിലും ഈ കുടുംബമായി ബന്ധം വയ്ക്കുമോ എന്നൊക്കെ പറഞ്ഞിട്ട്. സോ ഞാൻ വളരെ പേഴ്സണലായിട്ട് ഇവരെക്കുറിച്ച് പറഞ്ഞൊരു സംഭവമാണ്. അതായത് ദിയയുടെ ഫാമിലിക്കെതിരെയും ദിയക്കെതിരെയും വളരെ രൂക്ഷമായ അവരുടെ കമൻറ്റ് ബോക്സിൽ കണ്ടത്. ഞാൻ സാങ്കല്പികമായി സൃഷ്ടിച്ച് ഒരാൾക്കെതിരെ ഉണ്ടാക്കിയ ഹെയ്റ്റോ ഒന്നുമല്ല. ഇത് ഇവരുടെ കമൻറ്റ് ബോക്സിൽ ദിയ കൊടുത്ത കമൻറ്റിൻ്റെ താഴെ വന്നിരിക്കുന്ന ഒരു കമൻറ്റാണ്. അത് അവിടെ തന്നെ കിടപ്പുണ്ട്. കാരണം ഹലോ ഗൈസ്, വെൽക്കം, വണക്കം. ഈ വീഡിയോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ യൂട്യൂബിൻ്റെ അകത്ത് വീഡിയോ ചെയ്യുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയില്ല തൊഴിലില്ലായ്മ എന്ന് പറയുന്നില്ല. ഒരുപാട് പേര് യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്നു, അഥവാ കോണ്ടന്റ് ക്രിയേഷനിലൂടെ സാമ്പത്തികം നേടുക എന്നുള്ളത് തന്നെയാണ്. കാരണം ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഞാനിടുന്ന വീഡിയോയ്ക്കകത്തും മോണിറ്റൈസേഷൻ ഓണാക്കി വെച്ചിട്ടാണല്ലോ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണയടിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഇതിൽ നിന്നും എനിക്കൊരു വരുമാനം കിട്ടും, അല്ലേ? അതിൽ നിന്നൊരു വരുമാനം കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ട് അതിന് വേണ്ടിയിട്ട് തന്നെ ആയിരിക്കും ഞാനടക്കമുള്ള ആൾക്കാർ ഇതുപോലെ വീഡിയോ ചെയ്യുന്നത്. അല്ലാതെ ആരും സാമൂഹിക സേവനമൊന്നും അല്ല. സമൂഹത്തിന് ഗുണപരമായിട്ടുള്ള രീതിയിലേക്കുള്ള കാര്യങ്ങൾ തന്നെ ആയിരിക്കും, സോഷ്യൽ മീഡിയക്കകത്ത് വരുന്ന കാര്യങ്ങളായിരിക്കും. അല്ലാതെ ഒരിക്കലും നമ്മളാരും CCTV വെച്ചിട്ട് പിടിച്ചിട്ടുള്ള കോണ്ടന്റുകളല്ല ഇവിടെ ആരും ഒരു റിയാക്ഷൻ ചാൻസും ചെയ്യുന്നത്. പറഞ്ഞു വന്നത് നമ്മുടെ ദിയ കൃഷ്ണ OC ടോക്കീസ്. ഞാൻ ഇപ്പോൾ ദിയയുടെ റീസെൻ്റ് ആയിട്ട് വീഡിയോ അത് അയച്ചു കിട്ടി. അപ്പോൾ അതിനകത്തുള്ള ഒരു കമൻറ്റ് എനിക്ക് ഇത് ചെയ്തു, ഇതൊന്ന് നോക്കണേ, ഒരു വീഡിയോ നോക്കണമെന്ന് കമൻറ്റ് എനിക്ക് അയച്ചു തന്നു. കമൻറ്റ് കണ്ടതിന് ശേഷം ഞാൻ വീഡിയോ ഒന്ന് തപ്പി വീഡിയോ കണ്ടെത്തി. അതിനകത്ത് ദിയ പറഞ്ഞു പോകുന്ന കുറച്ചധികം കാര്യങ്ങൾ ആക്ച്വലി കേട്ടിട്ട് പറയാം. എന്താ അല്ലേ, എന്നെ സ്നേഹിച്ച് എൻ്റെ ഫാമിലിയെ സ്നേഹിച്ച് അവരുടെ വ്ളോഗ്സും എൻ്റെ വ്ളോഗ്സും ഒക്കെ ഡെയിലി കാണുന്നു. അങ്ങനെ ഞാൻ സത്യം പറഞ്ഞാൽ ഇപ്പോൾ വ്ളോഗ് എന്നൊക്കെ പറയുന്നത് എൻ്റെ ഒരു സൈഡിലൊരു ഹോബി ആയിട്ട് ഞാൻ ചെയ്യുന്നത്. എന്നെ കാണാൻ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി ഞാൻ സമയം കണ്ടെത്തി പറ്റുമ്പോഴൊക്കെ ഞാൻ വ്ളോഗ് ഇട്ട് പോകുന്നതാണ്. അല്ലാതെ ഞാൻ എന്താ പറയാ ആരെയും വെറുപ്പിക്കാനോ ഒന്നും വേണ്ടിയിട്ട് ഇടുന്നതല്ല. ഞാൻ എന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട്, അശ്വിനെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി, ഓമിക്കുട്ടനെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി, എൻ്റെ ഫാമിലിയെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി വ്ളോഗ് ഇടുന്ന ഒരാളാണ്. 1 സെക്കൻഡ് സ്വിഗ്ഗി വന്നു. ഓക്കെ, അതായത് ദിയ കൃഷ്ണ ഇവിടെ പറയുന്നൊരു അഭിപ്രായം ഞാൻ അതിനെ മുഖവിലേക്ക് എടുക്കുന്നു. അതായത് ദിയയെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഇടുന്ന വീഡിയോ, അഥവാ ദിയയെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട്, അശ്വിനെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട്, അവരുടെ ഫാമിലിയെ സ്നേഹിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് അവരുടെ വീഡിയോ ചെയ്യുന്നത് എന്നാണ് അഭിപ്രായപ്പെടുന്നത്. അല്ലാതെ ഈ ഒരു വീഡിയോ ഇടുന്നതിലൂടെ യൂട്യൂബിൽ നിന്നും റവന്യൂ കിട്ടണമെന്നോ അതിൽ നിന്ന് വരുമാനം കിട്ടണമെന്നുള്ള ഉദ്ദേശമേ അല്ല. സ്വാഭാവികമായിട്ടും അവർക്ക് ഒരു ഹാപ്പിനെസ്, ഒരു ഹോബിയാണ്, അത് മാത്രമാണ് അവർ പറഞ്ഞേക്കുന്നത്. പക്ഷേ ഈ വീഡിയോ ഞാൻ ഓണാക്കിയപ്പോഴും ഇതിനകത്ത് മോണിറ്റൈസേഷൻ, നേരത്തെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞില്ലേ ആ ഒരു മോണിറ്റൈസേഷൻ ഓണായിരുന്നു. എനിവേ, അത് ഓരോ മനുഷ്യർ ഓരോന്നൊക്കെ പറയും. ഇപ്പം ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം, എനിക്ക് എന്നെ ഇഷ്ടപ്പെടുന്ന കുറച്ച് ആൾക്കാർക്ക് വേണ്ടി ഞാൻ വീഡിയോ ചെയ്യുമെന്ന് പറഞ്ഞാൽ ഞാൻ ആ വീഡിയോ ചെയ്യുമ്പോൾ അതിനകത്ത് നിന്ന് കിട്ടുന്ന റെമ്യൂണറേഷൻ, അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം, ഇത് എനിക്കും അതൊരു ഘടകം തന്നെയാണ് ഇതിൽ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട്. എനിവേ, അവർ ചിലപ്പോൾ വേറെ എന്തെങ്കിലും ഉദ്ദേശത്തിൽ പറഞ്ഞതായിരിക്കാം, മേ ബി. എന്തായിരുന്നാലും ഒരു വളരെ വളരെ നിഷ്കളങ്കമായ ഒരു സംഭവമൊന്നുമല്ല യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്നത്. അതിലൂടെ വരുമാനം ഉണ്ടാക്കുന്ന തെറ്റായിട്ടുള്ള കാര്യമൊന്നുമല്ല. ഈ പറയുന്ന പ്രസ്തുത വീഡിയോയിൽ പോലും, അഥവാ തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഇടുന്നു എന്ന് പറയുന്ന ഈ ഒരു വീഡിയോയിൽ പോലും ഒരു അടാറ് ഒരു പ്രൊമോഷൻ വീഡിയോ ആണ് ചെയ്തേക്കുന്നത്. ഒരു മാട്രസിൻ്റെ പ്രൊമോഷൻ, അതിനൊക്കെ അത്യാവശ്യം നല്ല പേയ്മെൻറ്റ് കിട്ടുന്നതാണ്. കുറേ ആൾക്കാരൊക്കെ പറയുന്നത് കേട്ടു, ഇപ്പം റീസെൻ്റായിട്ട് വന്ന കോൺട്രവേഴ്സിയൊക്കെ കാരണം, പ്രശ്നങ്ങൾ കാരണം ഇവരുടെ ബിസിനസ്സൊക്കെ താഴോട്ടൊക്കെ പോയി. അപ്പോൾ അതുകൊണ്ടൊക്കെ ആണെന്നൊക്കെ പറയുന്നു. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നൊന്നുമില്ല. അവരെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരെന്നല്ല, ഒരുപാട് ആൾക്കാരെ നമ്മുടെ സമൂഹത്തിൻ്റെ അകത്ത് പലതരത്തിലും ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. സമൂഹം നമ്മളിപ്പോൾ കുറേയധികം ഫേക്കായിട്ടുള്ള കുറേയധികം ഇൻഫ്ലുവൻസേഴ്സിനെ നമ്മൾ തുറന്നു കാണിക്കുന്നു. ഈ തുറന്നു കാണിച്ചിരുന്നാലും അതേപോലുള്ള ആൾക്കാരെ ഇഷ്ടപ്പെടുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പോലും ഇങ്ങനെ കുറേ ആൾക്കാരുണ്ട്, അവരെ ഇങ്ങനെ താങ്ങി നടക്കുന്ന കുറേ ആൾക്കാരുണ്ട്, അവരെ ചില അട്ടകൾ. ഓക്കെ, അതങ്ങനെ ഉള്ളവരുണ്ട്, നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇവിടെയാണെങ്കിൽ OC പറയുന്നു, ദിയ പറയുന്നു, ഇത് ഞങ്ങളെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി വീഡിയോ ചെയ്യുന്നു. ഓക്കെ, ഇനി അതിനുശേഷം കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, കേൾക്കാം. നമ്മൾ അപ്പം നമ്മൾ ബിക്കോസ് ഇപ്പോൾ
സോ അപ്പൊ നമ്മള് ഇപ്പോ ഇപ്പൊ എന്താ പറയാ, ഇപ്പൊ എന്റെയൊക്കെ വ്ളോഗിന്റെ അടിയിലോ അല്ലെങ്കിൽ ഇപ്പൊ എന്റെ സിസ്റ്റേഴ്സിന്റെയോ അമ്മയുടെയോ ഒക്കെ വ്ളോഗിന്റെ ഒക്കെ അടിയിലോ വന്നിട്ട് നമ്മളെ ഒട്ടും ഇഷ്ടമില്ലാത്തവരുണ്ട്. ഐ ടോട്ടലി അണ്ടർസ്റ്റാൻഡ്. ബിക്കോസ് ഇപ്പൊ എന്റെ അടുത്ത് ചോദിച്ചാൽ ഇപ്പൊ ഭൂമിയിലുള്ള എല്ലാവരും എനിക്ക് ഇഷ്ടമാണെന്ന് ചോദിച്ചാൽ അല്ല, എനിക്ക് ഇഷ്ടമല്ലാത്തവരെ എന്നെ ദ്രോഹിച്ചിട്ടും എന്നെ വിഷമിപ്പിച്ചിട്ടുള്ള ഒരുപാട് പേരുണ്ട്. അവരൊന്നും എനിക്കിഷ്ടമല്ല. പക്ഷെ എന്നും പറഞ്ഞ് നമ്മളിപ്പോ അവരുടെ വീട്ടിന്റെ പുറത്തിറങ്ങി ചെന്ന് കല്ലെറിയേണ്ട കാര്യമില്ല. എനിക്ക് നിങ്ങളെ ഇഷ്ടമല്ല, എനിക്ക് നിങ്ങൾ അവരുടെ വീട്ടിന്റെ വെളിയിൽ നമ്മളെ ആരും ഇൻവൈറ്റ് ചെയ്തിട്ടില്ല. ഇത് പറയുമ്പോൾ ഒരു കാര്യം പറയാതെ പോകാൻ വയ്യ. കാരണം ഈ നിങ്ങളെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞ ആൾക്കാരടക്കം, അഥവാ സത്യസന്ധമായിട്ട് പറഞ്ഞാൽ നിങ്ങളെ കണ്ണിൻ്റെ മുമ്പിൽ പോലും കാണാൻ താല്പര്യമില്ലാത്ത ആൾക്കാരടക്കം, നിങ്ങളെ യാതൊരു തരത്തിലും നിങ്ങളെ ആശയ അടിത്തറയോടോ നിങ്ങളുടെ പല പ്രകസനങ്ങളോടോ ഒന്നും ഒരു തരത്തിൽ പോലും ഇഷ്ടമില്ലാത്ത ആൾക്കാരടക്കം നിങ്ങൾക്ക് ഒരു പ്രശ്നം വന്ന സമയത്ത്, അഥവാ ഈ ദിയ കൃഷ്ണയുടെ നടത്തുന്ന ഒരു ഓബയോസി, ആ ഒരു സ്ഥാപനത്തിൻ്റെ അകത്ത് നിന്ന് മോഷണം നടന്നു എന്ന് പറയുന്ന ഒരു സാഹചര്യം, നിങ്ങളുടെ സാമ്പത്തികം പോയി എന്നുള്ളൊരു കാര്യം വന്ന സമയത്ത് നിങ്ങൾ വേണമെങ്കിൽ അന്നത്തെ ന്യൂസ് ചാനലുകളിലുള്ള ന്യൂസുകളും നിങ്ങളെ ഇൻസ്റ്റഗ്രാമിൻ്റെ അകത്ത് വന്ന റീലുകളും യൂട്യൂബിൽ വന്ന നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള വീഡിയോസ് അടക്കം എത്ര വീഡിയോസ് വന്നിട്ടുണ്ട്. ഈവൻ നിങ്ങളുടെ സൈഡിൽ നിന്നുള്ള നെഗറ്റിവിറ്റി കാരണം, നിങ്ങളെക്കുറിച്ച് വിമർശിച്ചു എന്നുള്ള കാരണം ഒരു പയ്യൻ്റെ വീട്ടിൽ വരെ പോലീസൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു അല്ലേ, പോലീസിനെ വരെ അയച്ചിട്ടുണ്ട്, ഒരു യൂട്യൂബർ റിയാക്ഷൻ ചാനൽ അല്ലേ, അയാൾ പോലും നിങ്ങൾ അനുകൂലിച്ചിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. എത്രയോ ആൾക്കാർ നിങ്ങളെ പ്രതികൂലിക്കുന്ന, നിങ്ങളെ യാതൊരു തരത്തിലും അംഗീകരിക്കാത്ത ആൾക്കാർ പോലും നിങ്ങൾക്ക് ആ ഒരു ദുരവസ്ഥ വന്ന സമയത്ത് നിങ്ങൾക്ക് അനുകൂലമായിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ചെയ്ത ആൾക്കാർ ഇഷ്ടമല്ല എന്നുള്ള കാരണം കൊണ്ട് അവരിഷ്ടപ്പെടാത്ത രീതിയിൽ നിങ്ങളെ കല്ലെറിയേണ്ടതാണെങ്കിൽ അന്ന് കല്ലെറിയണം. ഇത് വേണമായിരുന്നു, അല്ല ഇവൾക്ക് വേണമായിരുന്നു, ഈ കുടുംബത്തിന് ഇത് വേണമായിരുന്നു, ഇതുവരെ ഡിസർവിങ് ആണ് എന്നാരും പറഞ്ഞില്ല. അന്ന് അവർ ആകെ നിന്നതെന്ന് വെച്ചാൽ ഒറ്റ കോസിനാണ്. ഓക്കെ, നമുക്ക് ആശയപരമായിട്ട് ഇവരുടെ പല കാര്യങ്ങളോട് നമുക്ക് യോജിപ്പാണ്. പക്ഷേ ഒരു അനീതി ആ കുടുംബത്തിൻ്റെ അകത്ത് ഉണ്ടായിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും നമ്മളെല്ലാവരും മലയാളികളാണ്. നമുക്ക് ഒരുമിച്ച് ഒറ്റക്കെട്ടായിട്ട് അവരുടെ കൂടെ നിൽക്കണം എന്നുള്ള ചിന്തയാണ്. അവിടെ ജാതിയില്ല, മതമില്ല, വർഗ്ഗമില്ല, വർണ്ണമില്ല, ഒന്നുമില്ല. അവിടെ ഏകോദര സഹോദരങ്ങളെ പോലെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെയാണ് നിന്നത്. അതോടൊപ്പം തന്നെ ഓസിയുടെ അഥവാ ദിയയുടെ പ്രസവം വളരെയധികം ഗംഭീരമായിട്ടുള്ള രീതിയിൽ ആ ഒരു പ്രസവം വിവാദമായ സമയത്തും ഈ പറയുന്ന മലയാളികൾ, ഞാനടക്കമുള്ള ആൾക്കാർ തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു വീഡിയോയുടെ കൂടെ തന്നെ നിന്നു. നിങ്ങൾക്ക് അനുകൂലമായ രീതിയിൽ തന്നെ പ്രതികരിച്ചു. അതിന് നമ്മൾ തെറിവിളി കേട്ടിട്ടുണ്ട് എന്നുള്ളൊരു കാര്യമാണ്. ഓക്കെ, അങ്ങനെ തെറിവിളിക്കുന്നവരെ നമ്മൾ ആ മുഖവിലേക്ക് എടുക്കുന്നില്ല. പക്ഷേ ഇവിടെ ദിയ പറയുന്നൊരു കാര്യം, കോണ്ടെക്സ്റ്റ് എന്ന് വെച്ചാൽ ഞങ്ങളെ ഇഷ്ടമല്ല, ഇപ്പം എല്ലാവരെയും എനിക്ക് ഇഷ്ടപ്പെടണമെന്നൊന്നുമില്ല. ദിയയുടെ എത്ര എന്താ പറയുക, ഇമ്മച്വറായിട്ടുള്ള അനാവശ്യമായിട്ടുള്ള എത്രയോ തരത്തിലുള്ള നിങ്ങളുടെ സ്റ്റേറ്റ്മെൻറ്റുകൾ വായിൽ നിന്ന് വന്നിട്ടുള്ള, വഴി കൂടെ പോകണവരെല്ലാം അമ്മയെന്ന് വിളിക്കാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല എന്നടക്കമുള്ള എത്രയോ കാര്യങ്ങൾ, എൻ്റെ നാളെ വളർന്നിട്ട് വേറൊരു സ്ത്രീ അമ്മ എന്ന് വിളിച്ച് ഞാൻ അംഗീകരിക്കത്തില്ല എന്നടക്കം, ആ കുട്ടിയുടെ ഫ്യൂച്ചർ കണക്ട് ചെയ്തുകൊണ്ടുള്ള വർത്തമാനം, ഇങ്ങനെ പല കാര്യങ്ങളും ദിയ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ പറഞ്ഞതടക്കമുള്ള ഒരുപാട് കാര്യങ്ങൾ വന്ന സമയത്ത് നിങ്ങളെ കാണുന്ന വ്യൂവേഴ്സ് തന്നെയാണ് അതിനെ വിമർശിച്ചത്. അപ്പോൾ നമ്മളെ ഇഷ്ടമല്ല എന്ന് കരുതിയിട്ട് വീടിൻ്റെ ഫ്രണ്ടിൽ പോയിട്ട് നമ്മളെ സഹോദരിയുടെയും, നമ്മളാരും, ഞാൻ പറഞ്ഞല്ലോ, ഇതിനകത്ത് ദിയ പറയുന്നതുകൊണ്ട് മാത്രം പറയുന്നതാണ്, നമ്മളെ കുടുംബത്തിൻ്റെ അകത്ത് അമ്മമ്മമാരെ എടി വസന്ത അല്ലെങ്കിൽ എടി പോടി എന്നുള്ള വിളി എന്നുള്ള സംഭവങ്ങളൊന്നുമില്ല. ഇനി അത് എത്ര ന്യായീകരിച്ചെന്നാലും പുറത്തു വന്ന പല കാര്യങ്ങളും, നിങ്ങളുടെ കുടുംബത്തിൻ്റെ അകത്തുള്ള പല കാര്യങ്ങളും പുറത്തു കൊണ്ടുവിട്ടത് ഞങ്ങളാരുമല്ല. പബ്ലിക്കിലേക്ക് വന്ന കാര്യങ്ങളെക്കുറിച്ച് ഇവിടുത്തെ ആൾക്കാർ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്, കമൻറ്റ് ചെയ്തിട്ടുണ്ട്, സംഭവങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, സത്യമാണ്. അതല്ലാതെ എവിടെയെങ്കിലും ഏതെങ്കിലും തരത്തിൽ ഇതിനെക്കുറിച്ച് ഏതെങ്കിലും വ്ളോഗർ നിങ്ങളുടെ നാട്ടിലോ നിങ്ങളുടെ പരിസര പ്രദേശത്തുള്ള വീടുകളിലോ പോയി അന്വേഷിച്ചിറങ്ങിയിട്ടുണ്ടോ? ഇല്ലല്ലോ, ഒരാളും ചെയ്തിട്ടില്ല. ഒരു റിയാക്ഷൻ ചാനൽസോ ഒരാളും ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ കമൻറ്റ് ചെയ്ത ആൾക്കാർ ആരെങ്കിലും പോയി അന്വേഷിച്ചിട്ടുണ്ടോ? പക്ഷേ ഒരാളുടെ ഒരു കമൻറ്റ് ഉണ്ട്. ഞാൻ ആ കമൻറ്റ് കൊണ്ടാണ് ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം. ആ കമൻറ്റിന് ദിയ കൊടുത്ത റിപ്ലൈയുടെ താഴെ ഒരു വന്നേക്കുന്ന കമൻറ്റിൻ്റെ അകത്ത് അശ്വിൻ്റെ ഫാമിലിയെ കുറിച്ചിട്ടാണ് അതിനകത്തൊരു കമൻറ്റ് വന്നേക്കുന്നത്. അതിലേക്ക് വരാം, ബാക്കി കൂടെ പറയട്ടെ ദിയ. നമ്മളായിട്ട് പോയി നിന്ന് കല്ലെറിഞ്ഞുകൊണ്ടെന്ന് അവിടെ പൊട്ടനാവുന്ന നമ്മൾ അവരുടെ സത്യം ഒരു ബിഗ്ഗസ്റ്റ് ഫാനാ. ബിക്കോസ് ഇഷ്ടമില്ലാത്ത ഒരാളുടെ വീട്ടിന്റെ വെളിയിൽ നമ്മൾ എന്തിനു പോയി നിന്ന് കല്ലെറിയണം? നമ്മൾ അവരെ മൈൻഡ് ചെയ്യാതിരിക്കുക, അവർ മരിച്ചതുപോലെ നമ്മളങ്ങ് പെരുമാറുക. മനസ്സിലായില്ലേ? അപ്പൊ ഞാൻ അതേപോലെ ഇപ്പൊ എന്നെ എന്നല്ല, ഏതൊരു യൂട്യൂബറോ ഏതൊരു പബ്ലിക് ഫിഗറോ ആരും ആയിക്കോട്ടെ, നിങ്ങൾക്ക് അവരെ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ അവരുടെ യൂട്യൂബ് ചാനൽ ബ്ലോക്ക് ചെയ്യുക. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് വെരി സിമ്പിൾ, നമുക്കിപ്പോൾ ഒരു വീഡിയോ വരുമ്പോൾ അതിന്റെ മുകളിൽ സാധനം നോട്ട് ഇൻട്രസ്റ്റഡ് അല്ലെങ്കിൽ ഡോണ്ട് ഷോ ദിസ് ചാനൽ ടു ബി എന്നൊക്കെ അടിച്ചിട്ടാൽ പിന്നെ നമ്മുടെ ചാനലോ നമ്മുടെ വീഡിയോയോ നിങ്ങളുടെ കൺമുമ്പിൽ വരില്ല. മനസ്സിലായില്ലേ? അപ്പൊ ഇപ്പൊ എന്നെ കാണാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിലും, ഒരു സബ്സ്ക്രൈബർ ആയിക്കോട്ടെ, ഐ വിൽ കണ്ടിന്യൂ ഡൂയിങ് മൈ വ്ളോഗ് ഫോർ യു ടിൽ ദാറ്റ് ലാസ്റ്റ് പേഴ്സൺ സേസ് ഡോണ്ട് അപ്ലോഡ്. മനസ്സിലായില്ലേ? അപ്പൊ എന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി, ഞാൻ മാത്രമല്ല എൻ്റെ ഫാമിലിയിലുള്ള എല്ലാവരും അവരവരെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയാണ് അവർ വീഡിയോ ഇടുന്നത്. നിങ്ങൾ ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഇപ്പോൾ ഏതൊരു ഇൻഫ്ലുവൻസറോ ഏതൊരു വ്ളോഗറോ ആരും ആയിക്കോട്ടെ, ഇവരെല്ലാവരും സോഷ്യൽ മീഡിയയിൽ നിങ്ങളെ കാണിച്ചു തരുന്നത് മാത്രമാണ് നിങ്ങൾ കാണുന്നത്. അതൊരാൾക്ക് ഫേക്ക് ചെയ്യാം, ഫേക്ക് ചെയ്യാതിരിക്കാം. മനസ്സിലായില്ലേ? ഇപ്പൊ ഞാൻ ലോകത്തെ ഏറ്റവും നല്ലൊരാളായിട്ട് എനിക്ക് പോർട്രേ ചെയ്ത്, എനിക്ക് വീഡിയോ ഇട്ട്, എനിക്ക് എഡിറ്റ് ചെയ്ത്, ഇപ്പൊ നിങ്ങൾ എല്ലാവരും കൈയടിച്ച് പാസ്സാക്കുന്ന ഒരാളായിട്ട് എനിക്ക് ബിഹേവ് ചെയ്യാം.
മനസ്സിലായില്ലേ? ബിക്കോസ് അത്രേ ഉള്ളൂ. അതാണ് സോഷ്യൽ മീഡിയ. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താ? അതായത് ഇവിടുത്തെ എല്ലാ ആൾക്കാരെയും കൈയടിപ്പിക്കുന്ന തരത്തിലേക്ക് എനിക്ക് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. കുറച്ച് നാളിന് മുമ്പ് ഞാനത് ഇത് ഇവിടെ പറയേണ്ട ഒരു കാര്യമല്ല, എങ്കിലും പറയാതിരിക്കുന്ന വൃത്തിയില്ല. കുറച്ച് നാളിന് മുമ്പ് ഒരാൾ എനിക്ക് ഇൻബോക്സിൽ അയച്ചിരുന്ന ഇവരുടെ ഒരു വീഡിയോ, ഇത് കണ്ടോ ബ്രോ എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ സാധനം എടുത്ത് വെച്ച് കണ്ടു. അതിനകത്ത് ഏതോ ഒരു ഹോട്ടല്, താമരയാണോ എന്തോ ആയിക്കൊണ്ട് പോട്ടെ, ഏതാണെന്ന് അറിയത്തില്ല, പേരറിയത്തില്ല, പർട്ടിക്കുലർ ഒരു ഹോട്ടലിൽ അവിടെ ഇവരുടെ എന്തോ ഒരു ഫംഗ്ഷൻ നടക്കുകയാണ്, ഇവരുടെ ഫാമിലി ഫംഗ്ഷൻ എന്തോ നടക്കുകയാണ്. അതിനകത്ത് അശ്വിൻ്റെ അച്ഛൻ അവിടെ ദൂരെ ഇവിടെ നിന്നിട്ട് അദ്ദേഹം ഫോണിൽ നിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നിന്നിട്ട് ദൂരെ നിന്ന് കാണുന്ന ഇദ്ദേഹം അഥവാ ദിയ കൃഷ്ണ പറയുകയാണ്, നിങ്ങൾ കണ്ടിട്ടുള്ളതുകൊണ്ടെങ്കിലും കമൻറ്റ് ചെയ്യണം പ്ലീസ്. എനിക്കത് കണ്ടിട്ട് ഇത്ര മാത്രം അല്പത്തരം, അതായത് ആ ദൂരെ നിന്ന് ആ ഒരു വീഡിയോ കോളിൽ ആരോട് സംസാരിക്കുന്നത് അശ്വിൻ്റെ അച്ഛൻ അവിടെ നിന്ന് സംസാരിച്ചിട്ട് ഇവിടുത്തെ സ്വിമ്മിംഗ് പൂളൊക്കെ കാണിച്ചു കൊടുക്കുകയാണ് ആൾക്കാർക്ക് എന്ന് പറഞ്ഞ് മനസ്സിലാക്കണം. ഒരു പക്ഷേ അദ്ദേഹം അത് ചെയ്യുന്നത് അങ്ങനെ ആയിരിക്കാം. ചിലപ്പോൾ ആ സ്വിമ്മിംഗ് പൂളോ മറ്റുള്ള കാര്യങ്ങളോ ചിലപ്പോൾ അവർക്ക് ആദ്യമായിട്ടുള്ള അനുഭവമായിരിക്കാം, മേ ബി, എന്താണെന്ന് എനിക്കറിയത്തില്ല. എന്തെങ്കിലും ആയിക്കോട്ടെ, ആ മനുഷ്യനത് കാണിച്ചു കൊടുത്തു. അത് ഇവർ ഈ വീഡിയോയിലൂടെ പറയേണ്ട കാര്യമുണ്ടോ? അവിടെ എന്താ സംഭവിക്കുക? ആ ഒരു മനുഷ്യൻ്റെ ആ ഒരു നിഷ്കളങ്കത്വമോ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായിട്ടുള്ള സൗഹൃദങ്ങളോടോ സുഹൃത്തുക്കളോടോ വീട്ടിലുള്ളവർക്കോ ഒക്കെ കാണിച്ചു കൊടുത്തെന്നുള്ള സംഭവത്തിന് ഇവിടെ നിന്നുകൊണ്ട് ഞങ്ങൾ ഇവിടെ കോർഡിനേറ്റ് ചെയ്യുന്ന ഇവർ വലിയൊരു ഫംഗ്ഷനാണ്, ഇവിടെ ഒരു വലിയൊരു പൂളൊക്കെ ഉണ്ട്, അത് അശ്വിൻ്റെ അച്ഛൻ അത് എടുത്തു വെച്ചിട്ട് ആരെയും കാണിച്ചു കൊടുക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് അതിനകത്ത് എന്താ ഉണ്ടാവുന്നത്? ഈ പറയുന്നത് നല്ലതാണോ ഉണ്ടാവുന്നത്? ഞാനത് കണ്ടതുകൊണ്ട് മാത്രം ഇപ്പോൾ ഒന്ന് ജസ്റ്റ് സൂചിപ്പിച്ചെന്നുള്ളേ ഉള്ളൂ. ഇതുപോലെയാണ് ഒരുപാട് കാര്യങ്ങൾ. അത് നിങ്ങളുടെ സൈഡിൽ നിന്ന് വന്നതാണ്. എൻ്റെ ചാനലിൽ ഞാൻ നിങ്ങളെക്കുറിച്ചിട്ടുള്ള വീഡിയോയ്ക്കകത്ത് ബഹുഭൂരിപക്ഷം വീഡിയോ നിങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. എന്തുകൊണ്ട് ഈ അടുത്ത കാലങ്ങളിലായിട്ട് ഈ റീസെൻ്റ്ലി എന്തുകൊണ്ടെന്നറിയാമോ? സത്യം പറഞ്ഞാൽ നിങ്ങളൊക്കെ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു 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 പ്രിവിലേജ് ആണോ അല്ലെങ്കിൽ അഹങ്കാരമാണോ എന്താണെന്നൊന്നും അറിയത്തില്ല. നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ വിമർശനം ഇപ്പോൾ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. നിങ്ങൾ വിമർശിക്കുന്ന ആൾക്കാരെയൊക്കെ അവർ കേസ് കൊടുക്കാനും അവരെ അകത്താക്കാനും സ്വാധീനം ഉപയോഗിച്ച് നശിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു. പിന്നെ നിങ്ങളെ നേർക്ക് വരുന്ന സോഷ്യൽ മീഡിയക്കകത്ത് നിങ്ങളിട്ട കോണ്ടന്റിന് റിപ്ലൈ വരുന്ന സമയത്ത് നിങ്ങൾ വളരെ റൂഡായിട്ട് പെരുമാറുന്നു. ഇതൊക്കെ ചെയ്യുന്നത് അത്ര നല്ലതല്ല എന്ന് തോന്നിയുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു കാര്യം വളരെ മിതമായ ഭാഷയിൽ സംസാരിക്കുന്നത്. ഓക്കെ, വളരെ മിതമായ ഭാഷയിൽ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. പക്ഷെ അതിലൊന്നും ഒരു കാര്യമൊന്നുമില്ലെന്നേ. ഓക്കെ, അതുകൊണ്ട് അപ്പോൾ നമ്മളെ ഇഷ്ടമല്ലാത്തവർ വേണമെങ്കിൽ എനിക്ക് ഫേക്കായിട്ട് എനിക്കൊരു ക്യാരക്ടർ കാണിക്കാം. അപ്പോൾ ഇതിനകത്ത് ഈ നമ്മുടെ ദിയ ഇപ്പോൾ കാണിക്കുന്ന ഫേക്ക് ആണോ റിയൽ ആണോ എന്ന് നമുക്കാർക്കെങ്കിലും അറിയോ? നമ്മുടെ മുമ്പിൽ നിങ്ങളുടെ റിയൽ വീഡിയോസാണ് നമ്മൾ കാണുന്നത്. റിയൽ ലൈഫ് നിങ്ങൾ എന്താണെന്നുള്ള കാര്യം നമ്മൾ അറിയിക്കാത്തടത്തോളം കാര്യം നമ്മൾ അറിയേണ്ട കാര്യം പോലും ഇല്ല. ബിക്കോസ് നിങ്ങളുടെ പേഴ്സണൽ ലൈഫ് നമുക്ക് ആർക്കും അറിയേണ്ട കാര്യമില്ല, പബ്ലിക്കിന് ആർക്കും അറിയേണ്ട കാര്യമില്ല. നിങ്ങൾ പേഴ്സണൽ ലൈഫ് എന്ന് പറഞ്ഞ് കാണിക്കുന്ന കാര്യം ജെന്യൂൻ ആണോ എന്നുള്ള വിശ്വാസത്തിൽ നിൽക്കുന്ന പല ആൾക്കാരുമാണ് ചതിക്കപ്പെടുകയും വഞ്ചിക്കപ്പെടുകയും നിങ്ങളെപ്പോലുള്ള പല ആൾക്കാരും പല പ്രോഡക്റ്റുകൾ പ്രൊമോട്ട് ചെയ്യുന്നത്. ഞാൻ നോട്ട് ഓൺലി യു, ഒരുപാട് പേർ സോ കോൾഡ് ഇൻഫ്ലുവൻസേഴ്സ് പ്രൊമോട്ട് ചെയ്യുന്ന പല സാധനങ്ങൾ വാങ്ങിച്ചിട്ട് താങ്കളുടെ സഹോദരിയൊക്കെ ഉണ്ട് കേട്ടോ. അതിനകത്ത് കുറേ അധികം മറ്റേ ഈ റീസെൻ്റ്ലി ഏതൊരു ഗ്ലൂട്ടാത്തേണിൻ്റെ സംഭവങ്ങൾ പ്രൊമോഷനൊക്കെ നടത്തിയത് എന്ത് വളരെ ക്ലവറായിട്ടാണെന്നുള്ള കാര്യം. എന്നിട്ട് ഇവരൊക്കെ ഹെയ്റ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടെന്നൊക്കെ പറഞ്ഞാൽ യാതൊരു തരത്തിൽ ഇതിനെക്കുറിച്ചൊന്നും ഒരു ബോധവും അതിനെക്കുറിച്ച് വിവരവും അതിനെക്കുറിച്ച് സയൻറ്റിഫിക് നോളജും ഇതെന്ത് പ്രോഡക്റ്റാണ് എന്തിനു വേണ്ടിയിട്ടാണ് ആർക്കൊക്കെ ഉപയോഗിച്ചുകൂടാ എന്നതുപോലും ഇല്ലാത്ത രീതിയിൽ പ്രൊമോഷനൊക്കെ എടുത്ത് ചെയ്യുന്ന ആൾക്കാരെ സമൂഹത്തിൻ്റെ മുമ്പിലേക്ക് പലതരത്തിൽ എക്സ്പോസ് ചെയ്യുന്ന സമയത്ത് നമ്മളോട് ഹെയ്റ്റ് കൊണ്ടാണ്, നമ്മളോട് വെറുപ്പ് കൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞു വരരുത്. അത് ശരിയല്ല. അത്രേ പറയാനുള്ളൂ. നിങ്ങൾ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ പബ്ലിക്കിലേക്ക് ഇടുന്നൊരു കാര്യത്തിന് തീർച്ചയായിട്ടും അതിൻ്റെ കമൻറ്റ് പബ്ലിക്കിൽ തന്നെ ആൾക്കാർ ചെയ്യും. പിന്നെ യാതൊരു സംശയമില്ല. കമൻറ്റ് ചെയ്യുന്നവർ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യും, അല്ലാത്തവർ റിയാക്ഷൻ വീഡിയോ ചെയ്യും, മറ്റുള്ളവർ റീലുകൾ ചെയ്യും, മറ്റു പലതും ചെയ്യും. ബിക്കോസ് ദിസ് ഈസ് പബ്ലിക് സ്പേസ്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഒരു വീഡിയോ എന്ന് പറയണം, ഞങ്ങളുടെ വീഡിയോ ഒരാളും തുടരരുത്, ഞങ്ങളുടെ വീഡിയോ മേലാൽ റിയാക്ട് ചെയ്യരുത്, ഞങ്ങളുടെ വീഡിയോ റിയാക്ട് ചെയ്താൽ കാണിച്ചു തരാം എന്നൊക്കെ പറയണം. എന്ന് പറഞ്ഞാൽ ആൾക്കാരും ഉണ്ടായിരിക്കുന്നതാണ്. പറയുന്നൊരു മായാജാലം പിടിച്ചൊരു ലോകം മനസ്സിലായി. അപ്പൊ നിങ്ങൾ ഈ കാണുന്ന എല്ലാ വ്ളോഗേഴ്സും എന്താ പറയാ യൂട്യൂബേഴ്സും നിങ്ങളിപ്പോൾ അവരെ കണ്ടിട്ട് നമ്മളെ ഇപ്പോൾ വന്നിട്ട് നിങ്ങൾ അവരെ പോലെ ആവും ഇവരെ പോലെ ആവും ദയവ് ചെയ്ത് ഫസ്റ്റ് ഓഫ് ഓൾ കമ്പയർ ചെയ്തിരിക്കുക. ബിക്കോസ് ഈ വീഡിയോ ഇടുന്നവർ റിയൽ ലൈഫിൽ ആരാണ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ല. എന്തിനാണ് ഈ ഒരു കാര്യത്തിനകത്ത് കമ്പയർ ചെയ്യുന്നത്? ദിയയൊക്കെ അവരെ പോലെ ആവും ഇവരെ പോലെ ആവും എന്നൊക്കെ പറഞ്ഞ് ദിയയൊക്കെ എന്തിനാ കമ്പയർ ചെയ്യുന്നത്? വഴിയെ കൂടെ പോണവരൊക്കെ എന്താണ് എനിക്ക് അമ്മ എന്ന് വിളിക്കാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല എന്നൊക്കെ പറയുന്ന ആൾക്കാർ വേറൊരാളെ പോലെ കമ്പയർ ചെയ്യുന്ന രീതിയിലേക്കൊക്കെ എന്തിനാണ് നിങ്ങൾ അവരെയൊക്കെ അപമാനിക്കുന്നത്? എനിക്കത് മനസ്സിലാവാത്ത കേട്ടോ, സീരിയസ്ലി. അത് തെറ്റ് തന്നെയാണ് ദിയ പറഞ്ഞത്. എന്താ പറയാ യൂട്യൂബേഴ്സും നിങ്ങളിപ്പോൾ അവരെ കണ്ടിട്ട് നമ്മളെ ഇപ്പോൾ വന്നിട്ട് നിങ്ങൾ അവരെ പോലെ ആവും ഇവരെ പോലെ ആവും ദയവ് ചെയ്ത് ഫസ്റ്റ് ഓഫ് ഓൾ കമ്പയർ ചെയ്തിരിക്കുക. ബിക്കോസ് ഈ വീഡിയോ ഇടുന്നവർ റിയൽ ലൈഫിൽ ആരാണ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ല. മനസ്സിലായത്? നമുക്ക് ആരെയും പേഴ്സണലി നമുക്ക് അറിയത്തില്ല. വീഡിയോയിൽ അവരെന്താണോ ചെയ്യുന്നത് അതേ നിങ്ങൾ കാണുന്നുള്ളൂ, അതേ ഈ ഔട്ട്സൈഡ് ലോകത്തിന് അറിയാവുള്ളൂ.
ഞാനെന്ന് പറയുന്ന വ്യക്തി, നിങ്ങൾ എന്താണ് എന്നെ വീഡിയോയിൽ കാണുന്നത് അത് തന്നെയാണ് ഞാൻ റിയൽ ലൈഫിലും. അല്ലെങ്കിൽ മേ ബി ഈവൻ മച്ച് ബെറ്റർ ഒരു ഹ്യൂമൻ ബീങ് ആയിരിക്കാം ഞാൻ. നിങ്ങൾക്ക് ചിലപ്പോൾ എന്നെ നേരിട്ട് കണ്ടുള്ള ഒരാൾ പോലും എൻ്റെ അടുത്ത് പിന്നീട് ഉണ്ട് നിങ്ങളൊരു അഹങ്കാരിയാണ് കേട്ടോ എന്ന് പറഞ്ഞിട്ടില്ല. ബിക്കോസ് ഐ പേഴ്സണലി നോ മൈ സെൽഫ്. ഐ എം എ വെരി ഡൗൺ ടു എർത്ത് പേഴ്സൺ. എന്നെ ഒരിക്കലും ഒരു വ്യക്തിയെയും പബ്ലിക്കിൽ കണ്ടിട്ട് ഇപ്പം ഞാൻ വിമർശിച്ചിട്ടുള്ള എത്രയോ ആൾക്കാർ, ഞാൻ നല്ല രൂക്ഷമായ ഭാഷ വിമർശിച്ചിട്ടുള്ള എത്രയോ ആൾക്കാർ എറണാകുളത്ത് പല സ്ഥലങ്ങളിൽ വെച്ച് ഞാൻ കണ്ടിട്ടുണ്ട്, ട്രിവാൻഡ്രത്ത് വെച്ചും പല സ്ഥലങ്ങളിൽ വെച്ച് കണ്ടിട്ടുണ്ട്. ഈ സ്ഥലങ്ങളിൽ വെച്ച് കണ്ടിട്ടുള്ള ആൾക്കാർ അവരോട് നമ്മൾ സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു മാറ്റർ സംസാരിച്ചിട്ടുണ്ടെന്ന് പോലും വച്ചിട്ടല്ല നമ്മളവിടെ പെരുമാറുന്നത്. ദിസ് ഈസ് ക്രിറ്റിസിസം, ഹെൽത്തി ക്രിറ്റിസിസം. ഇത് ഇങ്ങനെ സംസാരിക്കുന്നതിലൂടെ എന്തെങ്കിലും ഒരു സംഭവങ്ങളിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പബ്ലിക്കിലേക്ക് വന്നൊരു സാധനത്തിനെ കുറിച്ചൊരു കോൺവെർസേഷൻ നടത്തുന്നതിനപ്പുറം ആരെ ശത്രുത ഉണ്ടാക്കിയെടുക്കുന്ന ഒരു കാര്യങ്ങളൊന്നുമല്ല. ഓക്കെ, സഹായിക്കാൻ പറ്റുന്നവരെല്ലാവരും ഞാൻ സഹായിച്ചിട്ട് മാത്രമേ ഉള്ളൂ. എന്നെ പറ്റിക്കാൻ പറ്റുന്നവരൊക്കെ എന്നെ പറ്റിച്ചിട്ട് പോയിട്ടേ ഉള്ളൂ. അത് എന്നെ ഒരു പ്രാവശ്യമെങ്കിലും മീറ്റ് ചെയ്തിട്ടുള്ള ഒരാൾക്ക് അറിയായിരിക്കും. ഇത് ഞാൻ എന്താ പറയുക, ഐ എം നോട്ട് ട്രൈങ് ടു പ്രൂവ് എനിത്തിങ്, പക്ഷെ ഐ എം ജസ്റ്റ് ട്രൈങ് ടു മേക്ക് തിങ്സ് ക്ലിയർ ഓർ ജസ്റ്റ് ഗിവ് എ ക്ലോഷർ ടു ദ പീപ്പിൾ who just randomly coming in, ഈ കമന്റ് ഇട്ടിങ്ങനെ മോശമായിട്ട്. ഇപ്പൊ അശ്വിന്റെ ആയാലും എൻ്റെ ആയാലും നമ്മുടെ ഫാമിലി ലൈഫിൽ ലൈക്ക് ടച്ച് വുഡ് വി ലൈക്ക് വെരി ഹാപ്പി. നമ്മള് ഓമിക്കുട്ടനായാലും നമ്മൾ നമ്മുടെ ഫാമിലി ലൈഫായിട്ട് വി ആർ ലീഡിങ് വെരി ഗുഡ്. ഒരാൾ നല്ല ജീവിതം നയിക്കുന്നതിന്, നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതിന് നമ്മൾ സത്യം പറഞ്ഞാൽ അപ്രീഷിയേറ്റ് ചെയ്യണം. അത് ഓക്കെ. ഈ ഒരു യൂസ് കോഡൊക്കെ കൊടുത്തിട്ടുണ്ട്, വേണമെന്നുള്ളവർക്ക് വാങ്ങാം, പ്രൊമോഷനാണ്. ഓക്കെ, സൗകര്യമില്ലെന്നൊക്കെ പറഞ്ഞ ആൾക്കാർ കമൻറ്റ് ഉണ്ട്. അതൊരു പ്രൊമോഷനാണ് ഈ ഒരു വീഡിയോക്കകത്തൊരു വലിയൊരു പ്രൊമോഷനുണ്ട്. ഇനി കമൻറ്റുകളിലേക്ക് ഞാൻ വന്ന കമൻറ്റുകളിലേക്ക് വരാം. ദിയ, നിങ്ങളെക്കുറിച്ച് വ്യക്തിപരമായി ഈ കമൻ്റ് അല്ല, ഓക്കെ വരാം. ദിയ, നിങ്ങളെക്കുറിച്ച് വ്യക്തിപരമായ കാര്യങ്ങളൊന്നും ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾ റിയാക്ട് ചെയ്യുന്നത് നിങ്ങൾ തന്നെ സോഷ്യൽ മീഡിയ അപ്ലോഡ് ചെയ്യുന്നത് നിങ്ങളുടെ വീഡിയോയ്ക്ക് നേരെയാണ്. നിങ്ങൾ ചെയ്യുന്ന വീഡിയോ അത് പബ്ലിക്കായി ഇടുമ്പോൾ അതിന് നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് കമൻറ്റ്സ് വരും. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഇതൊന്നും വരാതിരിക്കണമെങ്കിൽ നിങ്ങൾ വീഡിയോ ഇടുന്നത് നിർത്തൂ. നിങ്ങൾ ശ്രദ്ധയില്ലാതെയും നോക്കാതെയും പറയുന്ന ചില സംസാരങ്ങളാണ് നിങ്ങൾക്ക് പണി തരുന്നത്. അല്ലാതെ മറ്റ് സെലിബ്രിറ്റീസിൽ നിന്ന് വരുന്നത് പോലെ അവരുടെ പിന്നാലെ നടന്ന് വായിൽ കോരിട്ട് വരുന്നതല്ലല്ലോ. ഇതെല്ലാം തുടക്കത്തിൽ ശ്രദ്ധിക്കണമായിരുന്നു. relevant, absolutely relevant. You are uploading videos for money only. അത് സത്യമല്ലേ? നിങ്ങൾ വീഡിയോ എന്താ വെച്ചാൽ നിങ്ങൾ വീഡിയോ എടുത്ത് വീഡിയോ ഇട്ടാൽ ഞങ്ങൾ കമൻറ്റ് ചെയ്യുന്ന ആൾക്കാർ കമൻറ്റ് ചെയ്യുന്നു. അതൊക്കെ പുള്ളിക്കാരത്തി പറഞ്ഞൊരു കാര്യമാണ്. അതായത് you and your family actually live because of YouTube. സ്റ്റോപ്പ് ടീച്ചിങ് അതേഴ്സ്. അതെ, മറ്റുള്ളവരെ പഠിപ്പിക്കാതിരിക്കുക എന്നുള്ള കാര്യമാണ്. യു ആർ അപ്ലോഡിങ് വീഡിയോസ് ഫോർ മണി ഓൺലി. അത് നേരത്തെ പറഞ്ഞു, ഞാൻ എൻ്റെ വീഡിയോസ് ചെയ്യുന്ന എന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഒന്നുമല്ല. യു അപ്ലോഡിങ് മണി ഫോർ മണി തന്നെയാണ് കേട്ടോ. അത് അൾട്ടിമേറ്റ്ലി മണി തന്നെയാണ്. എന്താണ്, സ്നേഹിക്കുന്നവർക്ക് വേണ്ടി വീഡിയോ ഇടുന്നോ, നോട്ട് ഫോർ മണി. അതൊക്കെ പറയുന്നുണ്ട്. പ്രൊമോഷൻ ഇടാൻ വേണ്ടി ഇത്ര എടുത്ത ഡേ ഇൻ മൈ ലൈഫ്, അതായത് പ്രൊമോഷൻ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് എടുത്തൊരു ഡേ ഇൻ മൈ ലൈഫ്. സത്യമാണ്. ഈ കമൻറ്റ് സെക്ഷനിൽ ഞാൻ ശ്രദ്ധിച്ച പോസിറ്റീവ് കമൻറ്റ്സ് മാത്രം, ലൈക്ക് നെഗറ്റീവ് കമൻറ്റ്സ് ഒന്നും ശ്രദ്ധിക്കുന്നില്ല. മറ്റേ കമൻറ്റ് ഇവിടെ നിന്ന് ഡിലീറ്റ് ആയോ? ആ ഒരു കമൻറ്റ്, എൻ്റെ പൊന്ന് ചേച്ചി, നിങ്ങളുടെ വിചാരം നിങ്ങളെന്തോ വലിയ സംഭവം എന്നാൽ അത് ഭയങ്കര തെറ്റിദ്ധാരണയാണ്. പണ്ട് കാണാൻ കുറച്ച് ഭംഗിയുണ്ടായിരുന്നു, ഇതിപ്പോൾ കഴുത്തൊക്കെ നോ, അതിനോട് ഞാൻ യോജിക്കത്തില്ല. ഒരാളെ ബോഡി ഷെയിം ചെയ്യുന്ന ഒരു പരിപാടിയോട് വിമർശനമാണ്. അതിലും നമ്മളൊരു മാന്യത കാണിക്കണം. ദിയ, നിങ്ങളുടെ ഷോപ്പിലെ ഇഷ്യൂവിൽ നിങ്ങളെല്ലാവരും മനസ്സ് തകർന്ന സമയത്ത് ഈ കേരളക്കര ഒന്നാകെ നിങ്ങളുടെ ഫാമിലിക്കൊപ്പം നിന്നു. സീരിയസ്ലി, അത് മറന്നുപോയോ? ഞങ്ങളെക്കുറിച്ച് നല്ലത് മാത്രമേ പറയാവൂ എന്ന് ചിന്തിക്കരുത്. തെറ്റ് ചൂണ്ടിക്കാണിച്ചാൽ അത് ഒന്നുകൂടി ആലോചിച്ച് ആ തെറ്റ് തിരുത്താൻ ശ്രമിക്കണം. അതെല്ലാം പോട്ടെ, കുറേ നാളിന് ശേഷം ദിയ നല്ല സന്തോഷവതിയായി കണ്ടു, ഒരുപാട് സംസാരിച്ചു, കീപ് ഗോയിങ് എന്ന് പറയുന്നു. ആൾക്കാർക്ക് അത് മനസ്സിലാവുന്നേ. നിന്നോട് ആരെങ്കിലും പറഞ്ഞു വീഡിയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ വീഡിയോ പോയോ? ഇതാ നടക്കുന്നു. ഇതാണ് സംഭവം. Omi should also get a partner in future like OC. Then only she will feel the emotions of Ashwin's family. അതായത് ഇത് ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള നമ്മുടെ ഫ്യൂച്ചറിൽ നടക്കുന്നൊരു കാര്യത്തിനെ കുറിച്ച് പറയുന്നതാണ്. ഇത് അത്ര ആ ഒരു കമൻറ്റ് ഇച്ചിരി കടുത്തൊരു കമൻറ്റാണ്. ഓമിക്ക് ഫ്യൂച്ചറിൽ ഈ നമ്മുടെ OCയുടെ അതേ ക്യാരക്ടറുള്ള ഒരാളെയാണ് പാർട്ട്ണറായിട്ട് കിട്ടേണ്ടത്. അപ്പോൾ മാത്രമേ ഇന്ന് അശ്വിൻ്റെ ഫാമിലിക്ക് ഉണ്ടാകുന്ന വിഷമം അന്ന് ഇവർക്ക് മനസ്സിലാവുള്ളൂ എന്നാണ് പറയുന്നത്. ഓക്കെ, ഇതിന് പുള്ളിക്കാരത്തി കൊടുത്തൊരു എക്സ്പ്ലനേഷൻ ഉണ്ട്. ഇവിടെ നിന്നാണ് നമ്മുടെ ഈ സംഭവത്തിൻ്റെ തുടക്കം. യൂഷ്വലി ഹിസ് പാരൻസ് സേ ദേ ആർ വെരി പ്രൗഡ് ഓഫ് മീ ഫോർ മേക്കിംഗ് ദെയർ സൺസ് ആൻഡ് ദെയർ ലൈഫ് ബെറ്റർ. കണ്ടല്ലോ നമ്മുടെ സ്വിമ്മിംഗ് പൂളിൻ്റെ വീഡിയോ. ഓക്കെ, ഇസ് ദാറ്റ് വാട്ട് യു മീൻറ്റ്? ദെൻ യു ആർ ഓൺ പോയിന്റ് മൈ ഡിയർ ഹെയ്റ്റർ എന്നൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ, സംഭവം പുള്ളിക്കാരത്തി പറയുന്നത്, അതായത് പുള്ളിക്കാരൻ്റെ ഫാമിലിയൊക്കെ ഞങ്ങളെക്കുറിച്ച് ഓർത്ത് അഥവാ എന്നെക്കുറിച്ച് ഓർത്ത് വളരെ പ്രൗഡാണ്, നമ്മളെക്കുറിച്ച് ഓർത്ത് പ്രൗഡാണെന്ന് നമ്മൾ തന്നെ പറയുന്നത്. എനിവേ പോട്ടെ,
ഇതേ പുള്ളിക്കാരിയാണ് പറഞ്ഞത്, വഴി കൂടെ പോകണവരല്ല എനിക്ക് അമ്മ എന്ന് വിളിക്കാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. ഓക്കെ, പോട്ടെ. അശ്വിൻ ഈസ് സച്ച് എ പാവം പേഴ്സൺ, ഹീ ഈസ് able to adjust with you. Not other person can adjust with this kind of rude, arrogant personality. Rude, arrogant personality എന്ന് പറഞ്ഞിട്ട് ആൾക്കാർ ഇവിടെ കമൻറ്റ് ചെയ്യുന്നു. ഡു യു തിങ്ക് യു ആർ എ പെർഫെക്റ്റ്, ഓക്കെ ഓൺ റോങ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഇപ്പം ഇതിൻ്റെ അകത്ത് ആ കമൻ്റ് അവിടെ, ഓക്കെ, ഈ ഒരു കമൻ്റാണ് 6 hours മുമ്പ് വന്നൊരു കമൻ്റാണ്. അഥവാ ഗീത നായർ എന്ന് പറഞ്ഞിട്ട് കമൻറ്റ്. ഈ ദിയയും അശ്വിൻ്റെ വീട്ടുകാരും തമ്മിൽ ചേരില്ല. ഓക്കെ, ദിയയും അശ്വിൻ്റെ വീട്ടുകാരും തമ്മിൽ ചേരില്ല, അത് നാട്ടിൽ പാട്ടാണ്. ഇവളുടെ അച്ഛൻ ഇടപെട്ട് സോൾവാക്കി കൊണ്ടുവന്നതാണ്. കല്യാണത്തിന് മുന്നേ കള്ളസ്നേഹം കാണിച്ച് ഇവനെ കിട്ടാൻ അതിനുശേഷം കറിവേപ്പല പോലെയായി. ഇവളുടെ വിചാരം ഇതൊന്നും ആരും അറിയില്ല എന്ന. കൊച്ചിൻ്റെ പിറന്നാളിന് വഴക്കായിട്ട് അവർ ആരും വരാഞ്ഞത് അല്ലേ ദിയ, അല്ലാതെ വിളിക്കാഞ്ഞിട്ടല്ല. പിന്നെ അവരുടെ ഭാഗത്തും തെറ്റുണ്ട്, അല്ലാതെ ആരെങ്കിലും ഈ കുടുംബമായി ബന്ധം വയ്ക്കുമോ എന്നൊക്കെ പറഞ്ഞിട്ട്. സോ ഞാൻ വളരെ പേഴ്സണലായിട്ട് ഇവരെക്കുറിച്ച് പറഞ്ഞൊരു സംഭവമാണ്. അതായത് ദിയയുടെ ഫാമിലിക്കെതിരെയും ദിയക്കെതിരെയും വളരെ രൂക്ഷമായ അവരുടെ കമൻറ്റ് ബോക്സിൽ കണ്ടത്. ഞാൻ സാങ്കല്പികമായി സൃഷ്ടിച്ച് ഒരാൾക്കെതിരെ ഉണ്ടാക്കിയ ഹെയ്റ്റോ ഒന്നുമല്ല. ഇത് ഇവരുടെ കമൻറ്റ് ബോക്സിൽ ദിയ കൊടുത്ത കമൻറ്റിൻ്റെ താഴെ വന്നിരിക്കുന്നൊരു കമൻറ്റാണ്. അത് അവിടെ തന്നെ കിടപ്പുണ്ട്. 6 hours മുമ്പ് വന്നതാണ്. ഇവരുടെ ഫാമിലിക്കകത്ത് പ്രശ്നങ്ങളുണ്ടെന്നും ദിയയുടെ അശ്വിൻ്റെ ഫാമിലി വരാത്തത് ഇവരുടെ പ്രശ്നങ്ങൾ കാരണമാണെന്നും. പക്ഷേ എന്നാൽ ദിയ പറയുന്നത് അവരുടെ ഫാമിലി എന്നെ ഓർത്ത് ഭയങ്കര പ്രൗഡാണെന്നൊക്കെ ദിയ പറയുന്നതിന് എഗെയിൻസ്റ്റ് ആയിട്ട് താഴെ വരുന്ന കമൻറ്റ് ഇത് ശരിയുണ്ടോ തെറ്റുണ്ടോ എന്നുള്ള കാര്യം പറയേണ്ടത് ദിയയൊക്കെയാണ്. ഓക്കെ, ഹേറ്റിംഗ് അതർ റിലീജിയൻ ആൻഡ് മേക്കിംഗ് ഫൺ ഓഫ് ദെയർ റിലീജിയൻ ഷോസ് യുവർ റിയൽ സ്റ്റാൻഡേർഡ് എന്നൊക്കെ പറഞ്ഞു. ഓക്കെ, ഇതിനകത്ത് മൊത്തത്തിൽ ഇത് സംഭവം മൊത്തത്തിലൊരു ഒരു 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 തരത്തിലൊരു ഹെയ്റ്റ്രഡ് സെറ്റപ്പ് തന്നെയാണ് വന്നത്. എ ബ്യൂട്ടിഫുൾ ഡേ ഇൻ മൈ ലൈഫ്, ദിയ കൃഷ്ണ. പക്ഷേ സത്യം പറഞ്ഞാൽ ഈ വീഡിയോയ്ക്കകത്ത് ബ്യൂട്ടിഫുൾ ഡേ ഇൻ മൈ ലൈഫ് ഉണ്ടാക്കിയതിൻ്റെ പിന്നിൽ ഒരു പ്രൊമോഷൻ വീഡിയോ ആണ്. പ്രൊമോഷൻ വീഡിയോ ഒക്കെ ഇവരൊക്കെ ചെയ്യും, കാരണം നല്ല പൈസ ഇവരൊക്കെ ഇപ്പോഴുള്ള ആൾക്കാർ കിട്ടും. ഓക്കെ, അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ഇങ്ങനെയൊക്കെ ചിന്തിക്കാം. ഒരു ബ്രാൻഡ് പ്രൊമോട്ട് ചെയ്യുന്ന സമയത്ത് ആ ബ്രാൻഡ് പറയുന്നവർക്ക് ഇത്ര വ്യൂവർഷിപ്പ് വേണമെന്ന് പറയും. ഇത്ര വ്യൂവർഷിപ്പിന് ഇത്ര രൂപ തരാം എന്ന് പറഞ്ഞ് കഴിഞ്ഞ ദിവസം പോലും എനിക്കൊരു ബ്രാൻഡിൻ്റെയൊക്കെ ഒരു കൊളാബൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ആ സാധനം ശരിക്കും ഞാൻ അവരോട് പറഞ്ഞത് ഞാൻ ഇത്തരം പ്രോഡക്റ്റ് ഞാൻ പ്രൊമോട്ട് ചെയ്തിട്ടില്ല. ബിക്കോസ് എൻ്റെ വ്യൂവേഴ്സിനെ പറ്റിക്കാൻ എനിക്ക് താല്പര്യമില്ലെന്ന് ആ ബ്രാൻഡിനോട് നേരിട്ട് ഞാൻ പറഞ്ഞു. മനസ്സിലാവുന്നുണ്ടോ? അത് വലിയ കാര്യമായിട്ടൊന്നും പറയുന്നതല്ല, സത്യം പറഞ്ഞത്. അതുകൊണ്ട് ഇവരുടെ ഈ ഒരു ഇത്ര വ്യൂവർഷിപ്പ് വേണം, ആ വ്യൂവർഷിപ്പ് കിട്ടിയാൽ മാത്രമാണ് അതിന് റീച്ച് ഉണ്ടാവുക. ആ റീച്ചിനാണ് ഇവർക്ക് പൈസ കൊടുക്കുക. അപ്പം ഇത്ര രൂപ കിട്ടണമെങ്കിൽ ഇത്ര റീച്ച് ഉണ്ടാവണം എന്നുള്ളതൊക്കെ ആയിരിക്കും. അപ്പം ഇവർ ഡിമാൻഡ് ചെയ്യുന്നൊരു റീച്ച്, അവർ പറയുന്ന ആ ഒരു റീച്ചിലേക്കൊക്കെ എത്തണമെങ്കിൽ സ്വാഭാവികമായിട്ടും അതിനകത്തൊരു കോൺട്രവേഴ്സി കുത്തി നിറയ്ക്കണം. ഇവിടെ ഇപ്പോൾ ദിയ ചിലപ്പോൾ നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്യുന്നതാവാം. കാരണം ഈ ഒരു സാധനത്തിൻ്റെ അകത്തൊരു ഡേ ഇൻ മൈ ലൈഫ് എന്നൊക്കെ പറഞ്ഞാൽ അതിന് എത്ര വ്യൂവർഷിപ്പ് കിട്ടും. മറിച്ച് ഇത് മറ്റുള്ള റിയാക്ഷൻ ചാനൽസ് അടക്കം മറ്റുള്ള പല ആൾക്കാർക്കും ഈ ഹേറ്റേഴ്സോ അല്ലെങ്കിൽ ഈ പറയുന്ന സോ കോൾഡ് ഹേറ്റേഴ്സിനെയൊക്കെ എല്ലാവരെയും വിളിച്ച് വരുത്തിയിട്ട് എല്ലാവരും കൂടെ കാണിപ്പിച്ചിട്ട് അതിനകത്ത് വ്യൂവർഷിപ്പ് കൂട്ടുക എന്നുള്ള ലക്ഷ്യവും ഒക്കെ ഉണ്ടെങ്കിൽ ദാറ്റ്സ് ക്ലവർ. ഞാനൊന്നും പറയുന്നില്ല. അപ്പോൾ ഇതൊക്കെ പറയുന്നത് മാം നമുക്ക് വേണമെങ്കിൽ അത് ചെയ്യാം ഇത് ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് അവസാനം പുട്ടിന് പീര പോലെ ലാസ്റ്റ് കൊണ്ടുവന്നൊക്കെ വയ്ക്കുന്നത്. സോ ഇതൊക്കെ ഐ തിങ്ക് ദിസ് ഇസ് പ്ലാൻഡ്. അതർവൈസ് ഇങ്ങനെയൊക്കെ ആരെങ്കിലും പറയൂടെ? ഒരു ബ്യൂട്ടിഫുൾ ഡേ ഇൻ മൈ ലൈഫിൻ്റെ അകത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു മാട്രസിൻ്റെ പരസ്യം അതിനകത്ത് കൊണ്ട് കുത്തിക്കയറ്റിയിട്ട് അവസാനം ഇതൊക്കെ വന്ന് പറയേണ്ട കാര്യമുണ്ടോ? ഇവർ പബ്ലിക്കിൻ്റെ മുമ്പിലേക്ക് പറയാത്ത ഒരു കാര്യത്തെക്കുറിച്ച് ആൾക്കാരാരെങ്കിലും ഇവിടെ ഒന്ന് വർത്തമാനം പറയുന്നുണ്ടോ? ഇവരെ ഇപ്പം കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കുന്ന സാധനം ഒരു റൂമറാണോ സത്യമാണോ നമുക്കറിയത്തില്ല. പക്ഷേ അതിനകത്ത് വന്ന സീരിയസ് അലിഗേഷനാണ്. ഇവരുടെ ഫാമിലി മെമ്പേഴ്സിന് അഥവാ അശ്വിൻ്റെ ഫാമിലി മെമ്പേഴ്സ് ഇവരുടെ പ്രശ്നങ്ങൾ കാരണം അങ്ങോട്ട് വരാത്തതായിരുന്നു എന്നുള്ള കാര്യമൊക്കെ പറയുന്നത് സീരിയസ് ആയിട്ടുള്ള അലിഗേഷനാണ് കുടുംബത്തിൻ്റെ അകത്ത്. റീസെൻ്റായിട്ട് നടന്ന എത്ര അലിഗേഷൻസ് വന്നു, അതിനകത്തുനിന്ന് പുറത്ത് വന്ന വിഷയങ്ങളൊക്കെ എത്രമാത്രം മോശമാണ്. അതൊക്കെ ആൾക്കാർ മനഃപൂർവ്വമായിട്ട് ഭാവനയിൽ നിന്ന് ഉണ്ടാക്കിയെടുത്തതാണ്. കെ ഫാമിലിയെക്കുറിച്ച് എൻ്റെ ചാനൽ പരിശോധിച്ച് കഴിഞ്ഞാൽ ഞാൻ കൂടുതലും നിങ്ങൾ നല്ലതാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ എന്തോ ഇത് നിങ്ങളുടെയൊക്കെ ഓരോരോ പരിപാടികൾ കാലം ഒരു മറുപടി തരട്ടെ. എനിക്ക് അത്രേ പറയാനുള്ളൂ. ഞാനതിൽ വളരെയധികം വിശ്വസിക്കുന്നുണ്ട്. സോ ഗൈസ്, നിങ്ങളെ എപ്പോഴത്തെ കമൻറ്റ് ബോക്സിൽ ഇവിടുത്തെ അടുത്തൊരു വീഡിയോ കാണുന്നത്. ഗൈസ് ബൈ.